ഉദ്യോഗസ്ഥർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും കടുത്ത ഭാഷയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് പെമ്പിളയൊരുമൈ എന്ന വാക്ക് എം എം മണി ഉപയോഗിക്കുന്നത്. വിമർശനങ്ങളുടെ മൂർച്ചയും ദ്വയാർത്ഥ പ്രയോഗവും അദ്ദേഹം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന തോന്നലിലേക്ക് സ്ത്രീ സംഘടനകളെ കൊണ്ടുചെന്നെത്തിച്ചു. ആദ്യഘട്ടത്തിൽ പെമ്പിളയൊരുമൈ സമരങ്ങളെക്കാൾ പാർട്ടിയെ വലച്ചത് CPM വനിതാ നേതാക്കളുടെ കടുത്ത നിലപാടുകളായിരുന്നു. സഹപ്രവർത്തകയായ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പോലും എം എം മണിയെ തള്ളിപ്പറഞ്ഞു. പെമ്പിളയൊരുമൈ സമരത്തെ പോലീസിനെയും പാർട്ടി പ്രവർത്തകരെയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ നടത്തിയ ശ്രമം സമരത്തിന് കൂടുതൽ വാർത്താ പ്രാധാന്യം നൽകി. ഹൈക്കോടതി എം എം മണിയുടെ പ്രസംഗത്തെ വിമർശിച്ചതോടെ രാജിയുടെ വക്കോളമെത്തിയ കാര്യങ്ങൾ. ഒരു മന്ത്രിയെ കൂടി മാറ്റേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത് കണ്ട് ആദ്യം തള്ളിപ്പറഞ്ഞ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും എം എം മണിയെ പിന്തുണയ്ക്കാനെത്തി. ഒരു സംസ്ഥാന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന നിലയിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അർത്ഥബോധത്തോടെ കൂടെ ഉപയോഗിക്കണം. പലപ്പോഴും അദ്ദേഹം അർത്ഥബോധമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റേതായ വിമർശനങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. പ്രശ്നം തണുപ്പിക്കാനെന്നതുപോലെ മണിക്ക് പരസ്യശാസന നൽകി. ഇതിനിടെ എം എം മണിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനുകളിലും പരാതികളെത്തി. മണിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്ന് പരാതിക്കാരെ പോലീസ് അറിയിച്ചു. കേസിപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ജീഫ് ടോം മാത്യു, മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.